ഹലോ അസ്സലാമു അലൈക്കും. തെക്കൻ കിച്ചൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ട് നമ്മൾ മുരിങ്ങയില തോരനാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ മുരിങ്ങയില ഒരു ഗ്രീൻ കളറൊന്നും നഷ്ടപ്പെടാതെ അതിൻ്റെ ഗുണമേന്മയൊന്നും നഷ്ടപ്പെടാത്ത രീതിയിലാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചീൻചട്ടിയാണ് അടുപ്പി വെച്ചിരിക്കുന്നത്, മൺചട്ടി. അപ്പോൾ അതിൽ വെച്ചിട്ടാണ് നമ്മൾ മുരിങ്ങയില ഉണ്ടാക്കുന്നത്. അതിലേക്ക് ഞാൻ ആദ്യമായി 2 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിലാണ്, നല്ല ഫ്രഷ് കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ആ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് അതൊന്ന് ചൂടായി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് നല്ലതായി ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് നല്ലതുപോലെ വാടി വരുമ്പോഴത്തേക്കാണ് നമുക്ക് അടുത്ത അതിൻ്റെ മസാല ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ ഉള്ളി ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 2 ഗ്രീൻ ചില്ലി ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ അതെല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ തോരത്തിന് അരച്ചതാണ്, മുരിങ്ങയിലേക്ക് അരച്ചത്. ഒരു മുറി തേങ്ങയും അതേപോലെ തന്നെ 2 പീസ് വെളുത്തുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി ഇത്രയാണ് ചേർത്തിരിക്കുന്നത്. മുളക് നമ്മൾ നേരത്തെ ഇതിലേക്ക് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതൊന്ന് ഒരു പച്ച മണം ഒന്ന് മാറി വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് ഇത് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഒന്ന് അടിയിലൊന്നും പിടിക്കാത്ത രീതിയിൽ നമുക്ക് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഏതാണ്ട് ഇപ്പം അതിൻ്റെ നമ്മൾ മസാല എന്ന് പറയുന്നത് ഈ തോരത്തിന് അരച്ചത് അത് അതിലേക്കിട്ട് അതൊന്ന് പച്ചമണം മാറി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്ന മുരിങ്ങയില ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായി അരിഞ്ഞെടുക്കണം ഈ മുരിങ്ങയില, എങ്കിലാണ് നമ്മുടെ തോരത്തിന് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നല്ലതുപോലെ ഇറുത്തെടുത്ത് ചെറുതായി അരിഞ്ഞെടുത്ത മുരിങ്ങയില നമ്മൾ ഈ തോരത്തിന് അരച്ച് ഇതിലിട്ടേക്കുന്നതിൽ കൂടെ ഇട്ട് ഇളക്കിയെടുക്കുകയാണ്. നല്ലതുപോലെ ഇളക്കി കൊടുക്കും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നമുക്ക് എപ്പോഴും പച്ചല തോരനൊക്കെ വയ്ക്കുമ്പോൾ അടച്ചു വെച്ച് വേവിക്കാതിരിക്കണം ഏറ്റവും നല്ലത്. അടച്ചു വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പച്ചലയുടെ കളർ മാറി വേറൊരു കളറായി പോകും. അപ്പോൾ അത് കാണാനും ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ കഴിക്കാനും ഒരു ടേസ്റ്റ് കുറവായിട്ട് തോന്നും. അപ്പോൾ ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ തോരത്തിൽ നല്ല ടേസ്റ്റാണ്. പച്ച കളർ മാറത്തേ ഇല്ല. ഇങ്ങനെ അടച്ചു വയ്ക്കാതെ നല്ല ഫ്ലെയിമിലിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം. അടി പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇപ്പം നമ്മുടെ ഗ്രീൻ കളർ നഷ്ടപ്പെട്ടിട്ടേ ഇല്ല. നമ്മുടെ തോരൻ ഏതാണ്ട് റെഡിയായി കൊണ്ടുവരികയാണ്. ഇലയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കാകുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഒരുപാട് അടുപ്പിലിട്ട് കുക്ക് ചെയ്യാതിരിക്കുന്നത് ഏറ്റവും നല്ലത്. ഇപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റുള്ള മുരിങ്ങയില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹെൽത്തിയായ ഒരു മുരിങ്ങയില തോരനാണ്. എല്ലാവരും മുരിങ്ങയില തോരൻ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ബായ്.